നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിൽ ഒളിവിന്റെ മറവിന്റെ ഒന്നും കാര്യമില്ല അർജുൻ. നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്നത് നമ്മൾ രണ്ടു കൂട്ടർക്കും ഗുണമുള്ള കാര്യമാ. ഞങ്ങളുടെ സിൻഡിക്കേറ്റിന്റെ കേസുകളെല്ലാം അർജുനായിരിക്കും. അതുപോലെ അപ്പിയർ ചെയ്ത കേസുകളൊന്നും തോറ്റിട്ടില്ലാത്ത ഒരു അഡ്വക്കേറ്റിനെ ബന്ധുവായി കിട്ടുക എന്ന് പറഞ്ഞാ എന്നെ സംബന്ധിച്ചും ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പിയർ ചെയ്ത കേസൊന്നും തോൽക്കാത്തത് വാദിക്കുന്നത് സത്യത്തിന് വേണ്ടി മാത്രമായതുകൊണ്ടാണ്. അധികാരത്തെയും പണത്തെയും ചോദ്യം ചെയ്യുന്നതുകൊണ്ട് പ്രതി ചേർക്കപ്പെടുന്നവരുണ്ടാവാം. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വക്കീലായി കോടതിയിൽ ഹാജരാകുന്നത് അർജുൻ ശങ്കറാണ്. ഓ, ചാല ബസാറിൽ 100 കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കേ ഒരു പാവൻ ചെറുപ്പക്കാരനെ പട്ടിയെപ്പോലെ വെടിവെച്ച് കൊല്ലുന്ന കേസൊന്നും അക്കൂട്ടത്തിൽപ്പെടില്ല. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് അർജുൻ. അർജുൻ അത്തരം കേസുകളിലൊന്നും പെടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. മുഹൂർത്തം ആവാറായി, നമുക്ക് കാര്യങ്ങളിൽ കടക്കാം. അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. കൊണ്ടുവാ ചിത്ര. ദാ റോഷ്നിക്കുള്ളതാ. വാ. ദാ ഇത് അർജുനുള്ള ഡ്രസ്സാണ്. വാങ്ങ. ഇങ്ങ് തന്നേക്ക് അർജുൻ, നിനക്ക് മാറാനുള്ള അസ്ത്രങ്ങളാ. ദാ ദാ നിന്നോടാ പറഞ്ഞത് വാങ്ങാൻ. പിടിക്ക്. ദാ അവിടെയാണ് ചേഞ്ച് ചെയ്യാനുള്ള റൂം. ചെല്ലടാ, ചെല്ല്. വസുമതി കുഞ്ഞമ്മേ, ആ അർജുന് ഈ വിവാഹത്തിന് വിസമ്മതമൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല, ഉണ്ടെന്നാര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. അവന്റെ മുഖം എന്താ ഒരുമാതിരി ഇഞ്ചി കടിച്ചതുപോലെ. അയ്യോ, അത് ആദ്യമായിട്ട് കാണുന്നുണ്ടാ. അവന്റെ മുഖം എപ്പോഴും ഇങ്ങനെയാ. പോരാത്തതിന് ഇന്നലെ മുതൽ ഒരു തലവേദന ഉണ്ട് അവന്. രാവിലെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചതാ, ഇപ്പൊ കൺട്രോളിലാ. എനിക്ക് തലവേദന ഉണ്ടാക്കാതിരുന്നാ മതി. ആ സത്യഭാമയായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. അത് ഹേമലത ആരാണെന്ന് വസുമതി കുഞ്ഞമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടുള്ള പേടി മാത്രമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.